ഡോക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ഈ ഹാർവസ്റ്റ് പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് മുഖാന്തരമായി വൈദ്യശാസ്ത്ര രംഗത്ത് പ്രഗത്ഭരായിരിക്കുന്നവരും ക്രിസ്തു വിശ്വാസികളായിരിക്കുന്നവരുമായ ചില ഡോക്ടർമാരുമായി സംസാരിക്കുവാനും യഥാർത്ഥത്തിൽ അവരുടെ വിശ്വാസം സംബന്ധിച്ച് ചില പാഠങ്ങൾ ഏറ്റെടുക്കുവാനുമാണ് ഈ പരമ്പര ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ജി ജയചന്ദ്രനാണ്. തിരുവനന്തപുരത്ത് ആയുർവേദ രീതിയിൽ തൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് നടത്തി വരുന്ന ഒരു വിദഗ്ധനാണ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഡോക്ടർ, ഹലോ, താങ്കളുടെ ഈ വൈദ്യശാസ്ത്ര രംഗത്തുള്ള ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ ഒരു രണ്ട് വാക്ക് നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദം തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. 1985 മുതൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് മർമ്മ ചികിത്സ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യാറുണ്ട്. ഓക്കെ ഡോക്ടർ, ഈ ആയുർവേദ ചികിത്സയെക്കുറിച്ച് ഞങ്ങൾക്കിത് ശരിയായ ധാരണയാണോ തെറ്റിദ്ധാരണയാണോ എന്നറിയത്തില്ല. എന്നാലും അത് സാധാരണ ഒരുപാട് പൂജകളൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഹൈന്ദവ രീതിയോട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചികിത്സാ വിധിയാണെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. ഇത് സത്യമാണോ? കുറേ അധികം സത്യമാണ്. ഞാൻ വിശ്വാസിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ വിഷയമാണ്. എന്നാൽ കനാന്യ ദേശം ജാതികളുടെ ദേശമായിരുന്നു. അതുപോയി കൈവശമാക്കാൻ തൻ്റെ ജനത്തെ ദൈവം അയച്ചു. അതുപോലെ ജാതികൾ അവകാശം പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങളായിരുന്നാലും അത് അവകാശപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ജനത്തിന് കഴിയും എന്ന് ദൈവം പഠിപ്പിച്ചു. അപ്പോൾ ആവശ്യമാകുന്ന ഈ പൂജകളോ അങ്ങനെയൊന്നും ഡോക്ടർ ചെയ്യാറില്ല? ഒരിക്കലും ഇല്ല. ഞാൻ ഒരു ഡോക്ടറായ സമയം ഞാനൊരു ദൈവവിശ്വാസി അല്ലായിരുന്നു. ഒരു നിരീശ്വരവാദിയായിരുന്നു. ആ കാലത്ത് ഞാൻ പൂജകളൊന്നും ചെയ്തിട്ടില്ല. അതിന് ശേഷവും ചെയ്യാറില്ല. നിശ്ചയമായി ഒരിക്കലും ഇല്ല. ഡോക്ടർ ഈ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പറയുവാനിടയായല്ലോ ഒരു വിശ്വാസിയാകുന്നതിന് മുമ്പ് എന്നൊക്കെ. ഇപ്പോൾ താങ്കൾ ഒരു വിശ്വാസിയാണെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിശ്വാസിയാകുന്നതിന് മുമ്പുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എന്നൊന്ന് പറയാമോ? വിശ്വാസിയാകുന്നതിന് മുമ്പ് ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൈന്ദവ പുരാണങ്ങളെല്ലാം തന്നെ പഠിക്കുവാനിടയായിത്തീർന്നു. 10 വയസ്സിന് മുമ്പ് എൻ്റെ അതിലെ കഥകൾ കേട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. എൻ്റെ ഫാദർ അതെല്ലാം പറഞ്ഞു തരും, അല്ലാതെ ഞാൻ വായിച്ചു തീർത്തു. 13ാമത്തെ വയസ്സിൽ നിരീശ്വരവാദിയായ ഡോക്ടർ A.T. കപൂറിൻ്റെ പുസ്തകം വായിച്ചിട്ട് ഞാനൊരു നിരീശ്വരവാദിയായി. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ അങ്ങനൊരു കാഴ്ചപ്പാടിൽ നിന്ന് ഇന്ന് താങ്കൾ പറയുന്ന രീതിയിലുള്ള ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ താങ്കൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്രിസ്തു വിശ്വാസിയാണെന്നാണ്? തീർച്ചയായിട്ടും, ക്രിസ്തു വിശ്വാസി. അപ്പോൾ ആദ്യം ഹൈന്ദവനായി ജന്മം കൊണ്ട താങ്കൾ, നിരീശ്വരവാദിയായി തീർന്ന താങ്കൾ, ഇന്ന് അപ്പോൾ ഈ യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുവാൻ കാരണം എന്താണെന്നൊന്ന് പറയാമോ? ഞാനൊരു നിരീശ്വരവാദിയായി തീർന്നപ്പോൾ തന്നെ പലരും ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആയുർവേദ കോളേജിൽ ഭാരതീയ വേദാന്തം പഠിക്കാനിടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ഒരു ശക്തിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനതിനെതിരെ തർക്കിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ 22ാമത്തെ വയസ്സിൽ ആയുർവേദ കോളേജിൽ 3rd ഇയർ പഠിക്കുന്ന കാലം പെട്ടെന്നൊരു ഇഞ്ചുറി ഉണ്ടായിട്ട് ഞാൻ ഒരു 1.5 മാസം കിടപ്പിലായി. ആ സമയം ജീവിതത്തെ ഒന്ന് റീവൈൻഡ് ചെയ്ത് ചിന്തിക്കാൻ അവസരമുണ്ടായി. മറ്റ് പലരുടെ ജീവിതങ്ങളെ പറ്റി ചിന്തിക്കാനിടയായിത്തീർന്നു. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഇച്ഛാശക്തിയല്ല അവൻ്റെ ജീവിതത്തെ നടത്തുന്നതെന്നും ഒരു അദൃശ്യമായ ഇൻ്റർഫറൻസ്, അതൊരു ശക്തിയാണോ വ്യക്തിയാണോ, സംതിങ് എൽസ് ഈസ് ദെയർ എന്നും വളരെ ബോധ്യമായി. ആ സമയം ഞാൻ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു. അത് ദൈവവിശ്വാസത്തിലൂടെയല്ല. എന്നാൽ അപ്പോൾ മുതൽ എനിക്ക് സമാധാനം ഇല്ലാതെയായി. എനിക്ക് സത്യം അറിയണം. ഇങ്ങനൊരു ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയണം. ഞാൻ ഇല്ല എന്ന് പറയവേ ദൈവം ഉണ്ടായിരുന്നാൽ അതെന്തൊരു നഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ കാലത്ത് 80 വയസ്സ് കഴിഞ്ഞ എൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് ചോദിച്ചു, ഇത്രയും കാലം ജീവിച്ചിട്ട് എന്ത് തോന്നുന്നു, ദൈവമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്ലെയിനായിട്ട് പറഞ്ഞു, എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ഇല്ലെന്നും മറ്റും പറഞ്ഞ് നടക്കരുത്. ഒരുപക്ഷെ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ദോഷമാണ്. അതിൻ്റെ ആവശ്യമില്ല. മനുഷ്യർക്ക് ദോഷം ചെയ്യാതിരിക്കുക
എന്നാൽ നിനക്ക് സുഖമായിട്ട് ജീവിക്കാം. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം കണ്ടെത്തി, ഹൃദയശുദ്ധി ഇല്ലാത്തവൻ നന്നാകില്ല. പിന്നീട് എനിക്ക് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, പ്രാർത്ഥിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രാർത്ഥിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കാലത്ത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്കും സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അതാണ് താങ്കളെ കൂടുതൽ ഇതിൽ അന്വേഷിക്കാൻ. പക്ഷേ അത് മറുപടിയാണെന്ന് എനിക്ക് ഉറപ്പില്ല. അപ്പോഴും എനിക്ക് ദൈവം ഉണ്ടെന്ന് ഉറപ്പില്ല, ദൈവം ഒരു വ്യക്തിയാണെന്ന് ഉറപ്പില്ല. നമ്മൾ ഒരു കാര്യം, ഉദാഹരണത്തിനൊരു വാലിയിൽ നിന്നിട്ട് നമ്മൾ ഇക്കരെ നിന്നിട്ട് ഒന്ന് കൂവിയാൽ ഒരു എക്കോ അവിടെ നിന്ന് വരും. അപ്പോൾ അതുപോലെ മനുഷ്യൻ പ്രാർത്ഥന എന്ന രീതിയിൽ ഏകാഗ്രതയോടെ എന്തോ പറയുന്നു, പ്രപഞ്ചത്തിൽ എവിടെ നിന്നോ ഒരു ഇഫക്റ്റ് ഉണ്ടാകുന്നതല്ലാതെ ഒരു ദൈവമുണ്ട് എന്നതിനത് തെളിവായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ സമാധാനം കുറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ചും ക്രിസ്തീയ വിശ്വാസികളോട്, പാസ്റ്റേഴ്സിനോട്, അച്ഛന്മാരോട്, പിന്നെ ഹൈന്ദവ സന്യാസിമാരെന്ന് പറയുന്നവരോടൊക്കെ ഈ സത്യത്തെക്കുറിച്ച് തർക്കിക്കാൻ തുടങ്ങി. തർക്കിച്ചത് അവരിൽ എന്തെങ്കിലും സത്യമായി ഉണ്ടെങ്കിൽ എക്സ്ട്രാക്റ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ്. അല്ലാതെ അവരെ തോൽപ്പിക്കുക, എനിക്കെന്തെങ്കിലും ഒന്നുമല്ല, സത്യം അറിയണം. ഡോക്ടർ അപ്പോൾ ഈ വഴി അന്വേഷിച്ച് പോയതിൽ നിന്ന് കണ്ടെത്തിയതാണ് യേശുക്രിസ്തു. 13-ാമത്തെ വയസ്സ് മുതൽ ഞാൻ അന്വേഷണം ആരംഭിച്ചു ശരിക്കും. കാരണം ഞാനൊരു മാർഷ്യൽ ആർട്ട് പഠിക്കാനായിട്ട് ഇറങ്ങി 13-ാമത്തെ വയസ്സിൽ. അന്ന് അത് പഠിപ്പിച്ച ആശാൻ പറഞ്ഞു, ഏറ്റു പറയുക, കാത്തവൻ കൈവിട്ടാൽ കറ്റതൊന്നും വിദ്യയല്ല. പഠിച്ചതൊന്നും വിദ്യയല്ല, കാത്തവൻ കൈവിട്ടാൽ. അപ്പോൾ കാത്തവൻ ആര് എന്ന ചോദ്യം ഓരോ സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. ഓരോ സെക്കൻഡിലുമാണത്, ഓരോ നിമിഷത്തിലും എൻ്റെ ശ്വാസം പോലെ അപ്പോൾ മുതലുണ്ടായിരുന്നത്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ആരാണിത്? അങ്ങനെ ഒരാളുണ്ടോ? അത് നിരന്തരമായ അന്വേഷണമായിരുന്നു. മാത്രമല്ല, എൻ്റെ 10-ാമത്തെ വയസ്സിൽ ഒരാൾ മരിച്ചു കിടക്കുന്നത് എനിക്കറിയാവുന്ന ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വിറക് വെട്ടാനൊക്കെ വന്നിട്ട്, മരം മുറിക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഞാൻ കൊച്ചുകുട്ടിയാണ്. അദ്ദേഹം മരിച്ചു കിടക്കുന്ന ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ട് മരിച്ചു കിടക്കുന്ന ആളുടെ ശരീരം എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി പോയി രഹസ്യമായിട്ട് തൊട്ടു നോക്കി, മരണം എന്താണെന്ന്. അവിടെ മുതൽ തന്നെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. മനുഷ്യൻ ഇതിനു വേണ്ടിയാണോ ജീവിക്കുന്നത്? അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ദൈവാന്വേഷണം, ദൈവമുണ്ടോ, മനുഷ്യൻ എന്തിന് ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളൊരു ചിന്ത നിഗൂഢമായി എൻ്റെ ഹൃദയത്തിൽ നിരന്തരമായി വ്യാപരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള പരമവിളിയിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അന്വേഷിച്ച് യേശുക്രിസ്തുവിനെ കണ്ടെത്തി അങ്ങനൊരു അനുഭവത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത താങ്കൾക്ക് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. ഞാൻ 30-ാമത്തെ വയസ്സിൽ യേശു കർത്താവിനെ കണ്ടെത്തിയപ്പോൾ എനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, എൻ്റെ 10 വയസ്സ് മുതലെങ്കിലും ഉള്ള സമയം നഷ്ടപ്പെട്ടു പോയല്ലോ, അന്ന് ഞാനിത് അറിഞ്ഞില്ലല്ലോ, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തായി തീരുമായിരുന്നു, എൻ്റെ ജീവിതം എത്ര സഫലമായി തീർന്നേനെ എന്നൊരു വളരെ വിഷമമുണ്ടായി. കർത്താവിൽ പ്രിയരെ, ബഹുമാന്യനായ ഡോക്ടറിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം സംബന്ധിച്ച് ചിലത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചില ഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാകത്തില്ല നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്ന്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി ഉണ്ടായി, താൻ കുറച്ച് ദിവസം കിടക്കുന്നതിനെക്കുറിച്ച് താൻ പറഞ്ഞുവല്ലോ. ചിലപ്പോൾ ഏകാന്തതയുടെ നിമിഷങ്ങൾ വന്നു കാണും. എന്തുകൊണ്ട് താൻ വേദനിക്കുന്നതെന്ന് അറിയാത്ത നിമിഷങ്ങളായിരുന്നിരിക്കാം. തൻ്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞ ഒരാളുടെ മരണം താൻ കാണുവാൻ തുടങ്ങുമിടയായി. ഇതെല്ലാം പക്ഷേ ദൈവനിയന്ത്രിതമായിരുന്നുവെന്ന്, ആ ദൈവം ഇതൊക്കെ കാണിച്ചും അനുഭവിപ്പിച്ചും തന്നെ ദൈവത്തെ അന്വേഷിക്കുവാൻ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്ന് താൻ അറിഞ്ഞില്ല. പക്ഷേ ഒരന്വേഷണം തുടങ്ങുവാൻ അതൊക്കെയും സഹായകരമായി. അന്വേഷിക്കുമ്പോൾ നീ കണ്ടെത്തും എന്ന ആ വാക്യത്തിന് പ്രകാരം ദൈവം തന്നെതാൻ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അല്പം കൂടി അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതിനായി ഡോക്ടറെ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, യഥാർത്ഥമായും ഈ ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നു, പിന്നെ നിരീശ്വര വിശ്വാദിയായിരുന്നു എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾക്കുണ്ടായിരുന്ന ആ തർക്കം എന്തായിരുന്നുവെന്ന് ഒന്ന് പറയാമോ? പ്രധാനപ്പെട്ട 13ഓളം തർക്ക വിഷയങ്ങളുണ്ടായിരുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. അതിനെനിക്ക് ദൈവം തന്ന മറുപടിയും പറയാം. അതായത്, ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട പാസ്റ്റർ ബിജു ഫിലിപ്പ് അവർകളും ഞാനും ആയിട്ട് ഈ ദിവസം, ഈ നിമിഷത്തിൽ, ഈ സ്ഥലത്ത് ഒന്നിച്ചു കൂടുമെന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ദൈവത്തിന് അറിയാമായിരുന്നോ എന്ന് ഞാൻ ചോദിക്കും. നിശ്ചയമായി അറിയാമായിരുന്നു എന്ന് പറയും. ഇല്ലെങ്കിൽ
ആ ദൈവം സർവ്വജ്ഞാനിയല്ലെന്ന് വരും. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഉടനെ ഞാൻ ചോദിക്കും, നമ്മളിവിടെ വെച്ച് പ്രാർത്ഥിക്കുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അപ്പോൾ അവർ പറയും തീർച്ചയായിട്ടും അറിയാമായിരുന്നു. എന്നിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അന്നറിയാമായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ പറയും അതും അറിയാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, പ്രാർത്ഥന നോൺസെൻസ് അല്ലേ? ദൈവത്തിനെല്ലാം അറിയാം, നേരത്തെ അറിയാം. സകലം ഒരു വിധിക്ക് കീഴ്പ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യൻ വെറും യന്ത്രമാണ്, എല്ലാം യന്ത്രമാണ്. നിങ്ങൾ പറയുന്ന കോൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയുന്ന തത്വം അനുസരിച്ച് സർവ്വം അറിയുന്നവനും സകലവും മുന്നമേ പ്രവർത്തിച്ചും തീർത്തിരിക്കുന്നു. ഇനി ദൈവത്തോട് എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഈ കോൺഫ്ലിക്റ്റ് വരും. ദൈവത്തിന് ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണോ? അതിൻ്റെ ആവശ്യം എന്ത്? അങ്ങനെ എനിക്ക് സാധിക്കില്ലായിരുന്നു. എന്നാൽ ഞാനിത് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1991 സൗമ്യനായ ഒരു മനുഷ്യൻ എന്നോടാണ് ഞാൻ അന്ന് സംസാരിച്ചത്. അദ്ദേഹം മറുപടിയൊന്നും പറയാതെ ശാന്തമായിരുന്നു. ഇടയ്ക്ക് ചില വാക്കുകൾ മാത്രം പറഞ്ഞ് എന്നെ വളരെ ശ്രദ്ധയോടും കരുണയോടും വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഞാനങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ എന്നോട് ഇപ്രകാരം പറഞ്ഞിരുന്നു. 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. ഒന്ന്, ഒരു പട്ടണം നശിച്ചു പോകുമെന്ന് ദൈവം പറഞ്ഞു. എന്നാൽ ആ പട്ടണത്തിലെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത് മാറ്റിക്കൊടുത്തു. അത് മാത്രമല്ല, ഒരു രാജാവ് രോഗിയായി കിടന്നു. ഹിസ്കിയാവിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം മരിച്ചു പോകുമെന്ന് നേരത്തെ തന്നെ ദൈവം വ്യക്തമായി അറിവ് കൊടുത്തു. അദ്ദേഹം കരഞ്ഞപ്പോൾ ദൈവം ആ മരണം മാറ്റിക്കൊടുത്തു. ഇതെൻ്റെ മനസ്സിനകത്ത് ഇവിടെ കിടന്നിരുന്നു. ഞാനിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത്, ദൈവം ഇതെല്ലാം മുന്നമേ മുഴുവനും നിർണയിച്ച് വച്ചിട്ട് വേർ ഹാസ് ഹി ഗോൺ? ദൈവം അവിടെ പോയി. ഇനി ദൈവത്തിന് ഒരു ജോലിയുമില്ല എന്നാണല്ലോ ചിന്തിക്കേണ്ടി വരുന്നത്. നമ്മളൊരു ഒരു ഒരു ടോയ്ക്ക് കീ കൊടുത്ത് വിട്ടിട്ട് പിന്നെ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ, അത് പ്രവർത്തിച്ചോളൂ. അല്ലെങ്കിൽ ഒരു എൻജിൻ അങ്ങനെ വർക്ക് ചെയ്യും. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മളെന്ത് ചെയ്യണം? അപ്പോൾ എനിക്ക് മനസ്സിലായി, ആ എൻജിനെ ഡ്രൈവ് ചെയ്യാൻ ഒരാളിവിടെ ഉണ്ട്. ദൈവം മുഴുവനും ഫിക്സ് ചെയ്തിട്ട് ഗോഡ് ഈസ് എലൈവ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഹീസ് എ ലിവിങ് ഗോഡ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. വൈ ഈസ് ഹി എലൈവ്? വാട്ട് ഫോർ? എന്തിനാണ് ദൈവം ജീവിച്ചിരിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് ആർക്കെങ്കിലും കൈകടത്താൻ കഴിയുമെങ്കിൽ, ഇഫ് എവർ പോസിബിൾ, ഗോഡ് ഈസ് ദ ഓൺലി പേഴ്സൺ, ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് വരുന്നു. അപ്പോൾ ഞാൻ പറയും, അങ്ങനെയാണെങ്കിൽ ദൈവമേ എന്നൊന്ന് വിളിച്ചാൽ എന്ത് നഷ്ടം? അത് ദൈവം വിധിച്ച വിധിയെ ദൈവത്തിന് മാറ്റാൻ വേണമെങ്കിൽ കഴിയുമല്ലോ. അങ്ങനെ ഇരിക്കെ പ്രാർത്ഥിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യം വന്നു. ആ സെക്കൻഡ് മുതൽ അതിന് തൊട്ട് മുമ്പ് തന്നെ ഇനി തർക്കിക്കരുതെന്നൊരു ശബ്ദം എൻ്റെ മനസ്സിലുണ്ടായി. ഇതാണ് സത്യം. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ എന്തിനാലോ നിറഞ്ഞിരിക്കുന്നതായിട്ടും ഞാനൊരു ഒഴിഞ്ഞ പൊള്ളയായ ശബ്ദം ഉണ്ടാക്കുന്ന എന്തോ ഒരു ഉപകരണം പോലെ ഇരിക്കുന്നു എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ പറയുന്നതെല്ലാം വെറുതെയാണ്, എന്നിലൊന്നുമില്ല, ഞാൻ പൊള്ളയാണ്. അവിടെ മുതൽ ദൈവം ഇടപെടാൻ തുടങ്ങി. ഒരു കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ടെന്ന് പറയാം, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഞാൻ വർഷങ്ങളായിട്ട് ദാഹത്തോടെ വേദനയോടെ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൻ്റെ കോർ പോയിൻ്റ് എനിക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലാക്കി തന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് ഒരു കുറ്റവും ചെയ്യാതെ ആണികളിൽ തുളയ്ക്കപ്പെട്ട് അങ്ങനെ കിടക്കവേ രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയുന്നു, കുരുടന് കാഴ്ച കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ വിശുദ്ധനായ മനുഷ്യൻ, ഒരു നിഷ്കളങ്കനാണ്. അങ്ങനത്തെ മനുഷ്യനെ ക്രൂശിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് വരേണ്ടുന്ന ശാപത്തിന് പകരം, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണേ എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു, യഥാർത്ഥത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ, എനിക്കും ദൈവം ഉണ്ടായിരിക്കണമെന്നൊരാഗ്രഹം കൊണ്ട് പ്രാർത്ഥിച്ചൊക്കെയുള്ളതെന്നുണ്ട്. ആ ദൈവത്തോട് അടുക്കാൻ ഒരു ഗുരുവിനെയോ അല്ലെങ്കിൽ ഒരു മാധ്യമത്തെയോ ആവശ്യമുണ്ടെങ്കിൽ അത് ഈ യേശു അല്ലാതെ മറ്റാരായിരിക്കണം? മറ്റെന്തായിരിക്കണം? ഇങ്ങനൊരു വ്യക്തി എങ്ങനെ യേശുവിന് സഹിക്കാൻ കഴിഞ്ഞു? ആ സഹനശക്തിയല്ലേ യഥാർത്ഥത്തിൽ ദൈവശക്തി. അതുവരെ ഞാൻ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ബലഹീനതയെന്ന് ധരിച്ചിരുന്നു. അതിലെ വേദന മാത്രമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിൽ ശാന്തമായി വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം വളരെ വ്യക്തമായി എനിക്കുണ്ടായി. ആ ശക്തി എനിക്ക് അല്പം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ എത്ര നിയന്ത്രിച്ചാലും നേരെയാകാതെ ഉള്ള ഒരു അരോഗൻറ്റ് മനുഷ്യനാണ് ഞാനെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ ഒരു കാത്തലിക് ചർച്ചിൽ നിന്ന് വിവാഹത്തിന് വേണ്ടി സ്നാനം എടുത്തിരുന്നു. അന്ന് ദൈവം ഇല്ല എന്നുള്ള ഉറപ്പ് കാരണമാണ് ഞാൻ സ്നാനം എടുത്തത്. കാരണം ഇവർക്ക് എൻ്റെ ഒന്നും ചെയ്യാനില്ലല്ലോ, കുറച്ച് വെള്ളം തെളിക്കുന്നു.
ഒരു പക്ഷേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമാണോ അതിന് കാരണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ വളരെയധികം അസ്വസ്ഥനായി ഇരുന്നു. ഈ സെക്കൻഡിൽ ക്രിസ്തുവിനെ ഞാൻ ലോകത്തിൽ ജീവിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല മനുഷ്യനായിട്ടും ദൈവത്തോടടുക്കാനുള്ള ഒരേ ഒരു മാധ്യമമായിരിക്കാൻ സാധ്യതയുണ്ടെന്നും മനസ്സിൽ വിചാരിച്ചു. യേശുവിനെ വെറുതെ ഒന്ന് ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ മനസ്സ് ഒന്ന് നന്നായാലോ, ക്ഷമിക്കാൻ കഴിയാത്ത എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞാലോ എന്നുള്ള ഒരു ഫീലിംഗ്. ഇതെല്ലാം പെട്ടെന്നാണ് നടക്കുന്നത്. അങ്ങനെ എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു വെളിച്ചം, ഞാനൊരു പ്രകാശത്തിനകത്തിരിക്കുന്ന അനുഭവം ഉണ്ടായി, നിറഞ്ഞ സമാധാനം ഉണ്ടായി. എന്നെ എപ്പോഴും ചിരിക്കുന്ന ആളായിട്ടും എപ്പോഴും വളരെ ആക്റ്റീവായിട്ടും ആളുകൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സമാധാനം ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മൂന്നായിരിക്കെ ഒന്നായിരിക്കുന്നത് എങ്ങനെയെന്ന് തർക്കിച്ചുകൊണ്ടിരുന്നു ഞാൻ. അതും തർക്ക വിഷയമായിരുന്നു. എനിക്ക് മനസ്സിലായി, സർവശക്തിയുള്ള ദൈവം, നന്മയുടെ മൂർത്തിമത് ഭാവമായ യേശു, എന്നെ ഇപ്പോൾ സ്പർശിച്ച സമാധാനം, ഇത് മൂന്നും ഒന്നാണ്. അത് തന്നെ പരിശുദ്ധാത്മാവെന്ന് ഞാൻ വിശ്വസിച്ചു. ദൈവം ഇത്ര സുഖകരമായ ഒരനുഭൂതിയാണോ? അതായിരുന്നു എൻ്റെ അതിശയം. അങ്ങനെ ഒരു തെറ്റ് പറയാനോ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ വന്നു. എന്തെങ്കിലും ഒന്ന് കോപിച്ചാൽ മതി, ഭാര്യയോട് കോപിച്ചാൽ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് കോപിച്ചാൽ എൻ്റെ സമാധാനം കുറയും. ഞാനതിനെ കയറി പിടിക്കുമായിരുന്നു. എനിക്ക് എൻ്റെ സമാധാനം മതി. ഞാൻ എന്തുപേക്ഷിക്കാൻ തയ്യാറായിരുന്നു. ചലച്ചിത്രഗാനം എപ്പോഴും പാടുമായിരുന്നു. 3 ദിവസത്തേക്ക് ഞാനത് മറന്നുപോയി. 3-ാം ദിവസം ഓർത്ത് ഒരു സാധാരണ കുഴപ്പമൊന്നും ഇല്ലാത്ത പാട്ട് പാടിയോണ്ട് എൻ്റെ സമാധാനം അല്പമൊന്ന് കുറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, ഞാനത് വിട്ടു. പിന്നത്തേൽ ഞാൻ ബൈബിളിൽ വായിച്ചു, സ്വർഗ്ഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയുടെ സദൃശൻ. അവൻ വിലയേറിയൊരു മുത്ത് കണ്ടെത്തിയാറെ തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് വന്ന് ആ മുത്ത് വാങ്ങി. അപ്പോൾ ക്രിസ്തുവിനാൽ പിടിക്കപ്പെടുക എന്ന് പറയുന്നത് എന്താണെന്ന് ഇതെല്ലാം പിന്നത്തേതിൽ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് അതിശയം തോന്നിയത്, എൻ്റെ ഈ അനുഭവം എൻ്റെ ചിന്തകളും ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒന്നാണെന്ന് മനസ്സിലായി. അങ്ങനെ എന്നെ തൊട്ട ദൈവമാണ് ബൈബിൾ എഴുതിയതെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. ദൈവവചനത്തിൽ ആശ്രയിക്കുകയും അതിൽ പറയുന്നത് ചെയ്യാൻ ശ്രമിക്കുകയും ഉടൻ തന്നെ അന്ന് മുതൽ തന്നെ ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി, തിരുത്തി പറയാൻ തുടങ്ങി. എനിക്ക് തെറ്റുപറ്റി, ദൈവമുണ്ട്, അത് യേശുവാണ്, ദൈവം ജീവിക്കുന്ന ദൈവമാണ്. കർത്താവിൽ പ്രിയരേ, ഇന്ന് താങ്കളോടും ഞങ്ങൾ ഒരുമിച്ച് പറയട്ടെ, യഥാർത്ഥത്തിൽ താങ്കളുടെയും ദുഷ്പ്രവർത്തികൾ എത്ര വലുതാണെങ്കിലും താങ്കളുടെ പാപം ബൈബിൾ ഭാഷയിൽ പറയുകയാണ് രക്താംബരം പോലെ കടുംചുവപ്പാണെങ്കിലും ഈ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ താങ്കളെ കൈക്കൊള്ളുവാനും താങ്കളുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും താങ്കളുടെ ജീവിതത്തിലൊരു പുതുക്കം തരുവാനും ഒരു ദൈവ പൈതലിൻ്റെ സ്റ്റാറ്റസ് നൽകി താങ്കളെ മാനിക്കുവാനും ഒക്കെ യേശു മതിയായവനാണ്, സന്നദ്ധനാണ്, ശക്തനാണ്. ഇത് ഞങ്ങൾ ഗ്രഹിക്കുവാൻ തക്കണം ഇടയാകണം. ഡോക്ടറോട് ഞാനൊരു കാര്യം കൂടി ചോദിച്ചു കൊള്ളട്ടെ. താങ്കൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടതിന് താങ്കൾ മുമ്പോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ താങ്കൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ദൈവിക രോഗസൗഖ്യം താങ്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും സൗഖ്യം പ്രാപിക്കുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ തന്നെ കൃപയാൽ പലതവണ അത്ഭുത രോഗസൗഖ്യം അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എല്ലാ ശീതകാലം വരുമ്പോൾ ടോൺസിലൈറ്റിസ് ഉണ്ടാകും. 2 വശം ഇങ്ങനെ വീർത്ത് ഒരു മുഴ പോലെ 2 വശത്തും വരും തൊണ്ടയ്ക്കകത്ത്. അത് വർദ്ധിക്കും. അതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എപ്പോഴും ഞാൻ രോഗം വന്നാൽ ഉടനെ മരുന്ന് കഴിക്കുന്ന സ്വഭാവക്കാരനാണ്. എൻ്റെ ക്ലിനിക്കിൽ മരുന്ന് കഫ് സിറപ്പ് ഇരിപ്പുണ്ട്, ചുമ ഉണ്ട്, പനിയുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്തവണ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, യേശുവിൻ്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഉടനെ ഉള്ളിലൊരു ചോദ്യം, പിന്നെ എന്താണ് നിൻ്റെ ഇപ്പോഴത്തെ നീ ചുമക്കുന്നത്? നിൻ്റെ അസുഖം മാറിയിട്ടില്ലല്ലോ. അതൊന്നും എനിക്ക് പ്രശ്നമല്ല, യേശുവിൻ്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇങ്ങനെ നടന്ന് 24 hours പറഞ്ഞുകൊണ്ടേയിരുന്നു. 1.5 മാസം പറഞ്ഞു. അസുഖം കൂടിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ക്ലിനിക്കിലിരുന്നപ്പോൾ എനിക്ക് തോന്നി, എന്തായാലും അത്ഭുത രോഗശാന്തി നടക്കുന്നുണ്ട്, എനിക്കത് പ്രാപിക്കാനുള്ള വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ കഫ് സിറപ്പ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങനെ കൈ നീട്ടി. മുമ്പിലിരിക്കുകയാണ്, തൊട്ട് മുമ്പിൽ. ഈ 2 വശത്ത് 2 വിരൽ ഇങ്ങനെ തൊട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതായത് വെള്ളം നനഞ്ഞ തണുത്ത വിരൽ ഈ 2 വശത്ത് തൊട്ട്. ആ സെക്കൻഡിൽ എൻ്റെ വേദന പോയി, ചുമ നിന്നില്ല. പക്ഷേ എനിക്ക് സൗഖ്യമായി എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ആ കഫം പുറത്ത് പോകുന്നതിന് വേണ്ടി 2 ദിവസം ചുമച്ചു. പക്ഷേ എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി യേശു എന്നെ തൊട്ട. അതാണ് ആദ്യത്തെ അനുഭവം. പിന്നെ ഒരു ചെറിയ അനുഭവമെങ്കിലും അതൊരു വലിയ അനുഭവമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കടുത്ത ജലദോഷം വന്നു. അപ്പോൾ ജലദോഷത്തെക്കുറിച്ച് പറയുന്നത്, ജലദോഷം വന്നാൽ മരുന്ന് കഴിച്ചാൽ 7 ദിവസം കൊണ്ട് സുഖമാവും, മരുന്ന് കഴിച്ചില്ലെങ്കിൽ 1 ആഴ്ച എടുക്കും. അപ്പോൾ എന്നാലും ഞാൻ മരുന്ന് കഴിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഒരു ഉപദേശി എൻ്റെ ഫാർമസി വന്നു. ഞാൻ ബഹുമാനിക്കുന്ന ആളാണ്, അദ്ദേഹം പ്രസംഗിക്കുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, എന്താ ജലദോഷം വന്നിട്ട് മരുന്ന് കഴിക്കാത്തത്?
അപ്പോൾ ഞാൻ പറഞ്ഞു മരുന്ന് കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ശരിയല്ല, അത് പിശാചാണ് അങ്ങനെ തോന്നിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് ഇന്ന രീതിയിൽ ടോൺസിലൈറ്റിസ് സുഖമായി. അപ്പോൾ അന്ന് സുഖമാക്കിയ ദൈവത്തിന് ഇതും സുഖമാക്കാൻ കഴിയും. അദ്ദേഹം ഇഷ്ടപ്പെടാതെ, പ്രായമുള്ള ആളാണ്, എഴുന്നേറ്റ് പുറകോട്ട് തിരിഞ്ഞു ഇറങ്ങാനായിട്ട് എൻ്റെ ജലദോഷം സുഖമായി. അതൊരിക്കലും അങ്ങനെ സുഖമാകില്ല. പനി വന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാറ്റണമേ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ ആ സമയത്തിന് അത് നടക്കാറില്ല. നേരത്തെ ആദ്യമായിട്ട് അനുഭവം ഉണ്ടായപ്പോൾ തന്നെ 1.5 മാസം എടുത്തു. ചിലപ്പോൾ അങ്ങനെ വരാം. നമ്മുടെ വിശ്വാസം പെർഫെക്റ്റായി വരാൻ ദൈവം നോക്കും, നമ്മളെ പഠിപ്പിക്കാൻ ദൈവം നോക്കും. പിന്നെ മറ്റൊരു അനുഭവം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവം ഉണ്ടായത് 1996 ഞാൻ ജോയിൻറ്റുകളിലും ദേഹം മൊത്തം നീര് വന്നിട്ട് നടക്കാൻ വയ്യാത്ത അനുഭവത്തിൽ 2.5 മാസം ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ ഡോക്ടർ വാസുദേവൻ നമ്പൂതിരി സാറിൻ്റെ ചികിത്സയിലായിരുന്നു. ആർത്രൈറ്റിസ് തന്നെ, പക്ഷേ നേരത്തെ ഉണ്ടായ ഒരു ഇഞ്ചുറിയുടെ ഒരു അനന്തരഫലമായിരുന്നത്. ഏതായാലും അത് കഴിഞ്ഞു. എനിക്കറിയാം രോഗം മാറിയിട്ടില്ല, ഒരു തൽക്കാലം ശമിച്ചു എന്നേ ഉള്ളൂ. കാർമേഘം ഒന്ന് കറുത്താൽ മതി എൻ്റെ ശരീരത്തിൽ പനിയുടെ ലക്ഷണം ഉണ്ടാകുമായിരുന്നു, ജോയിൻറ്റിൽ പെയിൻ ഉണ്ടാകും. ഇനിയും ഒരു 6 മാസത്തിനകത്ത് വീണ്ടും അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കവേ ഞാനൊരു പ്രായമുള്ളൊരു മനുഷ്യനെ പരിചയപ്പെട്ടു. അദ്ദേഹം വേദപുസ്തകത്തിൽ നിന്ന് എഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായം കെരൂബുകളുടെ മേൽ അധിവസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടെടുത്ത് ഓരോ വാക്കായിട്ട് വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ മേൽ, ഞാനിങ്ങനെ കസേരയിൽ ചാരി ഇരിക്കുകയാണ്, എൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. ഒരു ക്രാക്കിംഗ് സൗണ്ട് എൻ്റെ ജോയിൻറ്റിലൊക്കെ ഉണ്ടായി. ആ സമയം മുതൽ എനിക്ക് സൗഖ്യം വരാൻ തുടങ്ങി. ഡോക്ടർ പ്രാർത്ഥിച്ചിട്ട് ഏതെങ്കിലും രോഗിക്ക് സൗഖ്യം വന്നിട്ടുണ്ടോ? പല രോഗസൗഖ്യങ്ങൾ കാണാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഒരിക്കൽ മാറാടി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പ്രദേശത്ത് ഒരു പാസ്റ്റർ ഞാനുമായിട്ടൊരു സഭയിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം പെട്ടെന്ന് ഒരാൾ വന്ന് പാസ്റ്ററെ വിളിച്ചു, ഒരു രോഗി സുഖമില്ലാതെ കിടക്കുന്നു, വന്ന് പ്രാർത്ഥിക്കണം. പോയി ഞാനും പാസ്റ്ററുമായിട്ട് അവിടെ പോയി, എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പാസ്റ്ററും ചേർന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 105 ഡിഗ്രിയെങ്കിലും പനി കാണും. അദ്ദേഹത്തിന് മുഖമെല്ലാം ഇങ്ങനെ വീർത്തിരിക്കുകയാണ്. അന്ന് ഒരു അനാൾജിൻ ഇഞ്ചക്ഷനൊക്കെ ഇതിന് കൊടുക്കുമായിരുന്നു. കൊടുത്താൽ ഒരു അരമണിക്കൂർ എടുക്കും ഇത് കുറയാൻ. അപ്പോൾ ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ ഡോക്ടർ എന്ന നിലയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും എന്നാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണുടച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ, നേരത്തെ ഒരു 5 മിനിറ്റ് അവരോട് സംസാരിച്ചതാണ്, നെറ്റിയിൽ കൈവച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, വേർത്തൊലിക്കുന്നു. അപ്പം തന്നെ ആ വ്യക്തി ചാടി എഴുന്നേറ്റു. പിന്നെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും അധികം എൻ്റെ വിശ്വാസത്തെ എതിർത്തിരുന്ന എൻ്റെ അച്ഛൻ്റെ ഒരു അനുജൻ, അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന് രോഗമായി. ഞാൻ വളരെ സ്നേഹിക്കുന്ന ആളാണ്, പക്ഷേ വിശ്വാസം സംബന്ധിച്ച് അകൽച്ചയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് 7 വർഷം തുടർച്ചയായിട്ട് ഈ വചനത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു, ഉപനിഷത്തുകൾ വരെ കൊണ്ടുപോയി തെളിയിച്ചു കൊടുത്തു. എന്നിട്ടും വിശ്വസിച്ചില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ യേശു എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് വെല്ലുവിളിച്ചിരുന്നു. വളരെ വെല്ലുവിളികൾ നടത്തിയിരുന്നു. അദ്ദേഹം സുഖമില്ലാടങ്ങ് കണ്ടപ്പോൾ എനിക്ക് ചെറുപ്രായത്തിൽ എനിക്ക് അദ്ദേഹം കഥാപുസ്തകങ്ങൾ വായിക്കാൻ തന്നതും എന്നെ സ്നേഹിച്ചതെല്ലാം ഓർമ്മ വന്നു. ഞാൻ അടുത്ത് ചെന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ശരീരത്തോട് ചേർന്ന് കിടക്കാൻ തുടങ്ങി. ഉടനെ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന അവസ്ഥയിലായിരുന്നു. ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ ഉടനെ പലതവണ ഛർദ്ദിക്കും, വയറിളകുകയും ചെയ്യും. ഇതായിരുന്നു അവസ്ഥ. അവശനായി കിടക്കുകയാണ്. ആ സമയം ഞാനിങ്ങനെ ഇരുന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. അദ്ദേഹം കേട്ടില്ല. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലൊരു ബ്രീസ്, ഒരു ഇളം കാറ്റ് പോലെ എൻ്റെ ദൈവാത്മാവിൻ്റെ വ്യാപാര ശക്തി ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലോട്ട് പോകുന്നത് എനിക്ക് കാണാൻ പറ്റി. അദ്ദേഹം എന്നെ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതങ്ങ് നിറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അല്പം വെള്ളം പ്രാർത്ഥിച്ചു തരാം, സൗഖ്യം വരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല, ഞാൻ ഛർദ്ദിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഉറപ്പായി പറയുന്നു, ഛർദ്ദിക്കില്ല. വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്തു. ആ സെക്കൻഡിൽ രോഗം സുഖമായി. അന്ന് മുതൽ അദ്ദേഹം ബൈബിൾ വായിച്ചാൽ മാത്രമേ പിന്നെ അദ്ദേഹത്തിന് ഉറക്കം വരുമെന്നായി. ലേഖന ഭാഗങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. നല്ലൊരു വിശ്വാസിയായി, കുടുംബമായിട്ട് വിശ്വാസികളായി തീർന്നു. കർത്താവിൽ പ്രിയരേ, വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം മനുഷ്യർക്ക് കൊടുക്കുന്നൊരു വലിയ ദാനമാണ് ദൈവിക രോഗസൗഖ്യമെന്ന് പറയുന്നത്. ഒരുപാട് പേർ ഇതു സംബന്ധമായി ഇത് ഒരു വ്യാജമായ കാര്യമാണെന്ന് പറഞ്ഞ് പരത്തുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇത് സംബന്ധമായി സംശയമുണ്ട്. പക്ഷേ ബുദ്ധി കൊണ്ട് സകലത്തെയും അപഗ്രഥിച്ചു പഠിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ
ഈ ബഹുമാന്യനായ ഡോക്ടർ തൻ്റെ ജീവിതാനുഭവമാണ് പങ്കുവച്ചത്. അല്ല, ദൈവവചനം സത്യമാണ്, യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന്. ഡോക്ടർ, താങ്കൾ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വരുവാൻ തക്കവണ്ണമിടയായി. താങ്കൾ ഒരു പ്രൊഫഷണൽ ഡോക്ടറുമാണ്. ഈ പ്രൊഫഷനും താങ്കളുടെ ഈ വിശ്വാസ ജീവിതവും തമ്മിൽ ക്ലാഷ് ആകാറുണ്ടോ? താങ്കളിപ്പോൾ ഒരുപാട് പേരോട് കർത്താവിനെക്കുറിച്ച് സാക്ഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ കേട്ടു. അപ്പോൾ വാട്ട് മേക്സ് യു ഡു ദാറ്റ്? എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇത് സംബന്ധമായി ഞങ്ങൾക്കൊന്ന് പറയാമോ? പ്രൊഫഷനോ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളോ നമ്മളെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ വേലയിൽ നിന്ന് ഒരു നിമിഷം പോലും മാറ്റി നിർത്തുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. കാരണം പൂർണ്ണ ഹൃദയത്തോടെ നാം ചിന്തിക്കേണ്ടതോ അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിക്കേണ്ടതായ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തെക്കുറിച്ചാണ്. മറ്റൊന്നിനും പൂർണ്ണ ഹൃദയം ആവശ്യമില്ല. ഒരു രോഗിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് ബ്രെയിനിൻ്റെ ഒരു ഭാഗത്ത് ഒരല്പം മെഡിക്കൽ സയൻസ് ഉള്ളത് മതി. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നാൽ മെഡിക്കൽ സയൻസ് തനിയെ അത് നമ്മുടെ ഒരു ഭാഗം മാത്രമാണ്. ഒരു സൈഡിൽ കൂടെ നടക്കുമ്പോൾ നടന്നുകൊള്ളും. ദൈവം നമ്മളെ നടത്തും. അതാണ് എൻ്റെ അനുഭവം. ഞാൻ വിശ്വാസിയായതിനു ശേഷം ഒരിക്കലും ഒരു ഡോക്ടറായിരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഡോക്ടറായിരുന്നു, പക്ഷേ ഇപ്പോഴും ഞാനൊരു ഡോക്ടറല്ല. ഇപ്പം ഞാൻ കർത്താവിൻ്റെ ഒരു മകനാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ്. ദൈവം സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ്. ദൈവത്തിൻ്റെ ഒരു വേലക്കാരനാണ്. എന്നാൽ പിന്നെ ഡോക്ടർ എവിടെയെന്ന് ചോദിച്ചാൽ ഇരിപ്പുണ്ട്. നിങ്ങൾ പറയുന്നു, സർട്ടിഫിക്കറ്റും ഉണ്ട്, ഐ ക്യാൻ ഡു ഇറ്റ്. ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനെനിക്ക് മനസ്സിന് സ്ട്രെയിൻ അനുഭവപ്പെടാറില്ല. താങ്കളുടെ ജീവിതത്തിലെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷൻ അല്ല, മറ്റൊന്നുമേ അല്ല. ലോകത്തിൽ ഒന്നിനും പ്രയോറിറ്റി യഥാർത്ഥത്തിൽ ആവശ്യമില്ല. അതിനെല്ലാം നമ്മുടെ ഒരു മിനിമൽ ഒരു എഫർട്ട് മതി, വളരെ കുറച്ച് മതി. കർത്താവിലായിരുന്നാൽ നമ്മുടെ ഒരു സൈഡ് ബിസിനസ് പോലെ ബാക്കിയെല്ലാം നടന്നുകൊള്ളും. ഇങ്ങനെ ഒരു റീപ്രയോറിറ്റൈസേഷൻ വരുവാൻ തക്കൊണ്ട് താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? രക്ഷയുടെ അനുഭവം തന്നെ. യേശുവിനെ അറിഞ്ഞു, സർവശക്തനാണെന്ന് മനസ്സിലായി, എന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലായി, എന്നെ രക്ഷിച്ചു എന്ന് മനസ്സിലായി, എന്നെ തൊട്ടു എന്ന് മനസ്സിലായി, രുചിച്ചറിഞ്ഞു. ഇനി ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ പിന്നെ എനിക്ക് വേറെ എന്തിനെക്കുറിച്ച് വിചാരപ്പെടണം? ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, പുകഴ്ചയായി പോകാതിരിക്കേണ്ടതിന്. ഞാൻ ചികിത്സയുടെ തിരക്ക് നിമിത്തം കഷ്ടത്തിലിരിക്കുന്ന ചിലർ ഫോണിൽ വിളിച്ച് ഡോക്ടർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചുരുക്കമായി പ്രാർത്ഥിക്കുകയോ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ പിന്മാറ്റവും എൻ്റെ വീഴ്ചയുമായിരുന്നു. അതിൻ്റെ ഫലം ഞാൻ അനുഭവിച്ചു. അത് യഥാർത്ഥത്തിൽ അങ്ങനെ വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കൊടുത്താൽ മതി, ദൈവം നടത്തുമെന്നതാണ് സത്യം. കർത്താവിൽ പ്രിയരേ, ബഹുമാന്യനായ ഡോക്ടറുടെ ജീവിത അനുഭവങ്ങൾ താങ്കൾ പങ്കുവച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. വാട്ട് റിയലി മാറ്റേഴ്സ് ഇൻ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ശരിക്കും പ്രാധാന്യമുള്ളത് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തുവാൻ തക്കണമിടയായാൽ നമുക്ക് ഒരു കാര്യം ഗ്രഹിക്കുവാൻ കഴിയും. നമ്മുടെ സ്ഥാനം, നമ്മുടെ മാനം, നമ്മുടെ ധനം ഇതെല്ലാം നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ബൈബിൾ പറയുന്നു, നിത്യതയുടെ ഒരു തുറമുഖത്തേക്ക് പോകേണ്ടി വരും. അവിടെ നമ്മൾ 1 വർഷം, 5 വർഷം, 50 വർഷം, 100 വർഷം അല്ല ജീവിക്കുവാൻ പോകുന്നത്, നിത്യമായി ജീവിക്കുവാൻ പോവുകയാണ്. ആൻഡ് വാട്ട് മാറ്റേഴ്സ് ദെയർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാത്തിനും അവിടെ ഒരു ഇറ്റേണൽ പരിണിത ഫലമുണ്ട്. ഇത് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കണമിടയാകണം. അന്ന് അവിടെ നല്ല സൗഭാഗ്യങ്ങളുടെ മധ്യേ ആ സ്വർഗരാജ്യത്തിൽ ദൈവത്തോടു കൂടെ വസിക്കണമെങ്കിൽ ഇന്ന് ഇവിടെ ദൈവത്തോട് ചേർന്ന് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രയോറിറ്റി ആകണം. ആ വെളിപ്പാട് ബഹുമാന്യനായ ഡോക്ടറിന് കിട്ടി. അതിനൊത്തവണ്ണം അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളോട് പറയുന്ന സന്ദേശം നമ്മളും ആ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണം, ദൈവത്തിന് പ്രയോജനപ്പെടണം നമ്മുടെ ജീവിതം. അതാകട്ടെ നമ്മുടെയും ലക്ഷ്യം. മുമ്പോട്ടുള്ള നാളുകളിൽ മറ്റൊരു എപ്പിസോഡിലൂടെ വിദഗ്ധനായ മറ്റൊരു ഡോക്ടറുമായി നിങ്ങളുടെ അടുക്കൽ വരുവോളം ഇത്രമാത്രം ഞാൻ പറയട്ടെ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആവുള്ളിടത്തോളം നമുക്ക് ശ്രമിക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി ഈ കർത്താവ് തന്നെ തീർക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.